വെറുതെയല്ല ഭാര്യയിൽ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽ മലയാളികൾക്ക് സുപരിചിതയാണ് മഞ്ജു പത്രോസും കുടുംബവും. റിയാലിറ്റി ഷോയ്ക്ക് ശേഷമാണ് മഞ്ജുവിൻ്റെ ജീവിതവും കരിയറും ഉയർന്നത്. ഇന്ന് കൈനിറയെ സിനിമകളും സീരിയലുകളുമെല്ലാമായി സജീവമാണ് താരം. അഭിനയം അല്ലാതെ വേറൊന്നും ചെയ്യാൻ അറിയില്ല. ഡാൻസ് പഠിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബി.എഡ് കഴിഞ്ഞു, അവിടെയും ഓക്കെയായില്ല ഞാൻ. അഭിനയത്തിൽ മാത്രമാണ് ഞാൻ വലിയ കുഴപ്പമില്ലാതെ പോയത്. ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് സീരിയലിലാണ്. ജീവിതത്തിൽ അഭിനയിക്കാറില്ല. കണ്ടിന്യൂറ്റി നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോകും. ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചാൽ മഞ്ജുവിൻ്റെ മറുപടി ഇതാണ്. ഒരു മകനാണ് മഞ്ജുവിനുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭർത്താവിനെ മഞ്ജുവിനൊപ്പം കാണാറില്ല. ദാമ്പത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ശ്രമിക്കാറില്ല. ഇപ്പോഴിതാ ആദ്യമായി ഭർത്താവിനെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് താരം. ഭർത്താവുമായി യാതൊരു കോണ്ടാക്റ്റുമില്ലെന്ന് ഐസ് ബ്രേക്ക് എൻ്റർടൈൻമെൻറ്റ് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവരുത്. കാരണം ഒരു ഘട്ടത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകും. ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയ നിമിഷങ്ങൾ ഒരുപാടുണ്ട്. ഇൻഡസ്ട്രിയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്നെ ഭാഗ്യം ചെയ്തയാളാണെന്ന് പറയും. സോഷ്യൽ മീഡിയ നോക്കിയാൽ മോട്ടിവേഷൻ എന്ന പേരിൽ ശുദ്ധ മണ്ടത്തരം പറയുന്ന ഒരുപാട് പേരെ കാണാം. അതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ല. മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ കേസൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഭയങ്കര വിവാദമായ ഒരു കേസൊക്കെ സംഭവിച്ചല്ലോ. മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്പം കടിച്ചു പിടിച്ച് നിന്നാൽ മതി. നല്ലൊരു സമയം വരും. ഒരു മുക്കുത്തിയല്ലാതെ വേറൊന്നും ഇല്ലാതിരുന്ന കാലത്തിലൂടെ കടന്നു വന്നവളാണ് ഞാൻ. അന്ന് എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചത് കുറച്ച് മനുഷ്യരാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കും. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റാറില്ല. എന്നെ സ്നേഹിച്ച് ജീവിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. 40-ന് മുമ്പ് ഒരു മഞ്ജുവും 40-ന് ശേഷം ഒരു മഞ്ജുവുമുണ്ട്. ഇയാളില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് കരഞ്ഞിട്ടുമുണ്ട് മുമ്പ്. ജീവിക്കാനുള്ള ഭയമായിരുന്നു കാരണം. ഇന്ന് അതില്ല. പണം വന്നതുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതും. അല്ല, അക്കൗണ്ടിൽ ചെറിയ പൈസയുള്ളൂ. കടങ്ങൾ തീർക്കുന്നു, മകനെ പഠിപ്പിക്കുന്നു. സുനിച്ചനുമായി എനിക്ക് ഒരു കോണ്ടാക്റ്റുമില്ല. മോനെ അദ്ദേഹം വിളിക്കും, സംസാരിക്കും, കാണാൻ പോകാറുമുണ്ട്. അതൊന്നും ഇല്ലാതാക്കാൻ ഞാൻ ആരുമല്ല. ലീഗലി ഡിവോഴ്സ്ഡ് അല്ല. ഒത്തുചേരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സംസാരവും ഉണ്ടായിട്ടില്ല. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒരുപാട് കാലമൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ കിളിയൊക്കെ പാറിപ്പോകും. മനസ്സിന് തൃപ്തി തരുന്നത് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപദ്രവമാകരുത്. പിന്നെ എൻ്റെ മകൻ നാളെ എൻ്റെ പേരിൽ എവിടെയും തലകുനിക്കരുതെന്ന നിർബന്ധ ബുദ്ധിയും എനിക്കുണ്ട് എന്നാണ് മഞ്ജു പറഞ്ഞത്.